അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായത്തിൻ്റെ 28-29 വചനങ്ങൾ താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ഇവിടെ ചില കാര്യങ്ങൾ അപ്പസ്തോലൻ പറയാൻ പോവുക. ആ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അപ്പസ്തോലനായ പൗലോസിൻ്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവിടെ പറയുന്നു, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. മംഗള ആശംസകൾ. ഇവിടെ അപ്പസ്തോലന് ദൈവാത്മാവിലൂടെ ശക്തമായ ഒരു നിർദ്ദേശം നൽകുകയാണ്. വിഗ്രഹങ്ങൾ കർപ്പിച്ച ഒരു വസ്തുക്കളും നമ്മൾ സ്വീകരിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല. അതുമാത്രമല്ല, രക്തം, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം, ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങളിലേക്കും നിങ്ങൾ പോകാനായിട്ട് പാടില്ല. വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മൃഗങ്ങളെ ബലിയർപ്പിക്കാനായിട്ട് പാടില്ല, രക്തം ചിന്താനായിട്ട് പാടില്ല. പൂർണ്ണമായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുക. 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനങ്ങൾ, ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം. ബലിവസ്തു ആര് ഭക്ഷിക്കുന്നുവോ, അത് ഏത് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്നോ, ആർക്ക് അർപ്പിക്കപ്പെട്ടുവോ അത് നിങ്ങൾ സ്വീകരിക്കുന്നു. അത് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ട ബലിവസ്തു, ആ ബലി ആർക്കർപ്പിച്ചോ, അന്യ ദൈവങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണെങ്കിൽ അത് ഭക്ഷിക്കുന്നത് തെറ്റാണ്. ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം, വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്. 1 കൊരിന്തോസ് 10:20 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്. പിശാചിന് ബലിയർപ്പിക്കപ്പെട്ട ആ ബലിവസ്തു സ്വീകരിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല. അത് തെറ്റാണ്. അതിലൂടെ ആ തിന്മയുടെ അരൂപിയുടെ സ്വാധീനം അത് ഭക്ഷിക്കുന്ന വ്യക്തികളിലേക്ക്, അല്ലെ വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തിയിലേക്ക്, പൂജ അർപ്പിക്കുന്ന വ്യക്തിയിലേക്ക് കടന്നു വരും. കാരണം വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും പിശാചിൻ്റെ പങ്കാളികൾ ആകരുത്. അതായത് അന്യ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കരുത്. അന്യ ദൈവങ്ങൾക്ക് സമർപ്പിച്ച പൂജാ വസ്തുക്കൾ അല്ലെ ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾ ഭക്ഷിക്കാനായിട്ട് പാടില്ല. അപ്പസ്തോലൻ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കണം. അതിലൂടെ തിന്മയുടെ സ്വാധീനമൊക്കെ കടന്നു വരാൻ ഏറെ സാധ്യതയുണ്ട്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഒരേ സമയം 2 വള്ളത്തിൽ കാലൂന്നുക സാധ്യമല്ല. ഒന്നുകിൽ ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ. 2 വള്ളത്തിൽ കാലൂന്നുവാൻ സാധ്യമല്ല. 2 പാനപാത്രത്തിൽ നിന്ന്, പിശാചിൻ്റെ പാനപാത്രത്തിൽ നിന്നും കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്നും കുടിക്കാനായിട്ടും സാധ്യമല്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും സാധിക്കില്ല. പിശാചിൻ്റെ മേശയിലും കർത്താവിൻ്റെ മേശയിലും ഭാഗവാക്ക് ആകുവാനും സാധ്യമല്ല. അത് പാടില്ല. കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ? നാം അവിടുത്തേക്കാൾ ശക്തന്മാരാണോ? അത് പിശാചിന് എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് പിശാചിന് അർപ്പിക്കപ്പെട്ടതാ, അത് പിശാചിൻ്റെ മേശയാണ്. കർത്താവിന് നമ്മൾ സമർപ്പിച്ചത് അത് കർത്താവിന് മാത്രമുള്ളതാണ്.
അത് പിശാചുക്കളുടെ മേശയിലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനോ പിശാചിൻ്റെ പാനപാത്രവും കർത്താവിൻ്റെ പാനപാത്രവും ഒന്നിച്ചു കുടിക്കാനോ സാധ്യമല്ലെന്ന് അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പൈശാചിക ആരാധനകളും തിന്മകളൊക്കെ ഒത്തിരി ലോകത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പിന്മാറണം. സാത്താൻ്റെ ചതിക്കെണികളിൽ പെടാതിരിക്കാൻ വിശ്വാസികൾ വളരെയേറെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ യുവതിവാക്കന്മാർ, കൗമാരക്കാരൊക്കെ ഇങ്ങനെയുള്ള വലിയ തെറ്റുകളിൽ വീഴുന്നുണ്ട്. അവർക്ക് തെറ്റായ ആശയങ്ങൾ ലഭിച്ചിട്ട് അത് മീഡിയ മുഖേനയാകാം, അല്ല സ്കൂളിലെ കോളേജിലെ കൂട്ടുകാർ മുഖേനയാകാം. തെറ്റായ ആശയങ്ങൾ ലഭിച്ചിട്ട് വിജാതീയ ആരാധനയ്ക്ക്, വിജാതീയ ദൈവങ്ങൾക്ക് അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഒരിക്കലും പാടില്ല. നമുക്ക് ആരാധിക്കാൻ ഒറ്റ ദൈവമുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ സാത്താനെയും പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് സാത്താൻ ആരാധനയ്ക്ക് വേണ്ടി തന്നെ ജീവിതം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. തിന്മ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കുകയാണ് വിഗ്രഹങ്ങളുടെ എണ്ണം. വിഗ്രഹ ആരാധന വർദ്ധിക്കുന്നു. അത് നമ്മുടെ മനസ്സ് നമ്മൾ വിശുദ്ധീകരിക്കണം. ഒരിക്കലും വിഗ്രഹ ആരാധനയുടെ പുറമേ അല്ലെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുവാനായിട്ട് പാടില്ല. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം നേരിട്ട് സന്ദർശിച്ച, ദൈവം നേരിട്ട് നയിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനം ഇസ്രായേൽ ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനം വിഗ്രഹ ആരാധനയിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. എത്ര മിനിറ്റായി? അതായത് അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ജനം അഹരോനോട് പറയുക, ഞങ്ങൾക്ക് ആരാധിക്കുവാനായിട്ട് ദൈവം വേണം. അതുവരെ സത്യദൈവത്തെ ആരാധിച്ച ജനമാണ്. മോശ ദൈവസന്നിധിയിൽ 40 ദിവസമായിട്ട് സീനായി മലമുകളിൽ പ്രാർത്ഥനയില്ല ദൈവത്തോടു കൂടിയാണ്. മോശ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? അഹരോൻ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വർണവും വെള്ളിയും എല്ലാം വാങ്ങിയിട്ട് അത് ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനം മുഴുവൻ ഈ കാളക്കുട്ടിയെ ആരാധിക്കുക. അവരൊരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഉണ്ടോ? ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം വലിയ ഒരു പാപം ചെയ്യുക, വലിയൊരു തിന്മ ചെയ്യുക. ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ അവർ ആരാധിക്കുകയാണ്. മോശ ഇത് കണ്ടിട്ട് മോശയ്ക്ക് ഇത് സഹിക്കാനായിട്ട് ആവുന്നില്ല. ഇവർ ദുശ്ശാഠ്യക്കാരായ ഒരു ജനമാണ്. കർത്താവ് പറയുക, ഇവർ പിറുപിറുക്കുന്ന ഒരു ജനമാണ്. ജനം തീറ്റയും കുടിയും തുടങ്ങി, മ്ലേച്ഛമായ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങി. ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടാനായിട്ട് അഹരോൻ അവരെ അനുവദിച്ചിരുന്നു. ഉണ്ടോ? വിഗ്രഹ ആരാധനയിലൂടെ അഴിഞ്ഞാട്ടത്തിലേക്ക്, മദ്യപാനത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, തിന്മകളിലേക്കൊക്കെ ദൈവത്തിൻ്റെ ജനം പോവുകയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹം വർദ്ധിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ അകലും. അഴിഞ്ഞാട്ടത്തിലേക്കും വ്യഭിചാരത്തിലേക്കും മ്ലേച്ഛതയിലേക്കൊക്കെ കടന്നു പോകും. അത് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഇടം കൊടുക്കണം. യേശുവിനെ ആരാധിക്കണം, യേശുവിനെ സ്നേഹിക്കണം. ഈ ലോകത്തെയോ ഈ ലോകത്തുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ നമ്മൾ ഹൃദയത്തിലേറ്റ് സ്നേഹിക്കാനായിട്ട് പാടില്ല. അത് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. നമുക്ക് വിഗ്രഹ ആരാധന പിന്തിരിയാം. നമ്മുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെ നമുക്ക് നീക്കം ചെയ്യാം. യേശുവിനെ സ്നേഹിക്കാം, യേശുവിനെ ആരാധിക്കാം. കർത്താവേ, ഈ വചനം ശ്രവിച്ച എല്ലാ മക്കളെയും അങ്ങ് തുടരണമേ.
രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.